1924 ഈ കഥ ആരംഭിക്കുന്നത്. ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഹിഡെസാബുറോ യുയെനോ ഒരു അകിത ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടിയെ സ്വന്തമാക്കി. അദ്ദേഹം അതിന് ഹച്ചി എന്ന് പേരിട്ടു. ജാപ്പനീസ് ഭാഷയിൽ 8 എന്നാണ് ഇതിനർത്ഥം. വെറുമൊരു വളർത്തുമൃഗമായിട്ടല്ല, മറിച്ച് സ്വന്തം മകനെപ്പോലെയാണ് പ്രൊഫസർ ഹച്ചിയെ സ്നേഹിച്ചത്. അവർ തമ്മിലുള്ള ബന്ധം അത്രമേൽ ദൃഢമായിരുന്നു. പ്രൊഫസർ എവിടെ പോയാലും ഹച്ചിയും കൂടെയുണ്ടാകും. പ്രൊഫസറുടെ ജോലി ഷിബുയ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി വേണമായിരുന്നു പോകാൻ. എല്ലാ ദിവസവും രാവിലെ പ്രൊഫസറെ സ്റ്റേഷൻ വരെ ഹച്ചി അനുഗമിക്കും. അദ്ദേഹം ട്രെയിൻ കയറി പോകുന്നതുവരെ അവിടെ നോക്കി നിൽക്കും. ശേഷം വൈകുന്നേരം കൃത്യം 3 മണിക്ക് പ്രൊഫസർ തിരിച്ചു വരുന്ന അതേ സമയത്ത് ഹച്ചി സ്റ്റേഷനിലെത്തും. തന്റെ യജമാനനെ സ്വീകരിച്ച് കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവൻ അവിടെ കാത്തിരിക്കും. സ്റ്റേഷനിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കും ഇതൊരു പതിവ് കാഴ്ചയായിരുന്നു. എന്നാൽ 1925 മെയ് 21 ആ ദാരുണമായ സംഭവം നടന്നു. പതിവ് പോലെ രാവിലെ ഹച്ചി പ്രൊഫസറെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. പക്ഷേ അന്ന് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പ്രൊഫസർക്ക് ഹൃദയാഘാതം സംഭവിക്കുകയും അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഹച്ചി ഇതൊന്നും അറിഞ്ഞില്ല. വൈകുന്നേരം 3 മണിക്ക് അവൻ പതിവ് പോലെ സ്റ്റേഷനിലെത്തി. പക്ഷെ എത്ര നേരം കാത്തിരുന്നിട്ടും പ്രൊഫസർ വന്നില്ല. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം നിരാശനായി അവൻ മടങ്ങി. പിറ്റേ ദിവസവും അതിനടുത്ത ദിവസവും ഹച്ചി സ്റ്റേഷനിലെത്തി. പ്രൊഫസറുടെ ബന്ധുക്കൾ അവനെ ദൂരെയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ഷിബുയ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, നീണ്ട 9 വർഷവും 9 മാസവും 15 ദിവസവും ഹച്ചിക്കോ ആ സ്റ്റേഷനിൽ തന്റെ യജമാനനെ കാത്തിരുന്നു. വെയിലും മഴയും മഞ്ഞും ഒന്നും അവനെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. സ്റ്റേഷനിലെ കടക്കാരും യാത്രക്കാരും അവന് ഭക്ഷണവും വെള്ളവും നൽകി അവനെ സംരക്ഷിച്ചു. ഒടുവിൽ 1935 മാർച്ച് 8 തന്റെ യജമാനനെ കാണണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ ആ സ്റ്റേഷന്റെ ഒരു മൂലയിൽ കിടന്ന് ഹച്ചിക്കോ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് ഷിബുയ സ്റ്റേഷന് മുന്നിൽ ഹച്ചിക്കോയുടെ ഒരു വെങ്കല പ്രതിമയുണ്ട്. അത് ലോകത്തിന് നൽകുന്ന സന്ദേശമൊന്നാണ്: സ്നേഹത്തിന് മരണമില്ലെന്നും വിശ്വസ്തത എന്നത് വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടതെന്നും. ഇന്നും ജപ്പാൻകാർക്ക് ഹച്ചിക്കോ വെറുമൊരു നായയല്ല, ഒരു ഹീറോയാണ്.